നമ്മൾ ഒരു ലോകത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ്. ആ ലോകം മുഴുവനും മരുഭൂമിയാണ്. ചുട്ടുപൊള്ളുന്ന ചൂടാണ്. ഭയങ്കരമായ കാറ്റ് വീശുന്നുണ്ട്. ആ വെയിലിൽ മണലിലൂടെ രണ്ടുപേർ നടന്നു വരുന്നുണ്ട്. അതൊരു ഭാര്യയും ഭർത്താവുമായിരുന്നു. ആ ഭാര്യയുടെ കയ്യിൽ ഒരു ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. വളരെ ഭംഗിയുള്ള ഒരു ആൺകുട്ടിയായിരുന്നു അത്. ഭർത്താവിൻ്റെ തോളിൽ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ ഈന്തപ്പഴം നിറച്ചിട്ടുണ്ട്. മറ്റൊരു ബാഗിൽ വെള്ളവും ഉണ്ടായിരുന്നു. ഭർത്താവ് ഭാര്യയെയും കുഞ്ഞിനെയും മരത്തിൻ്റെ ചുവട്ടിലിരുത്തുന്നു. അവരെ അവിടെ ഇരുത്തിയ ശേഷം അവൻ തിരിഞ്ഞു നോക്കാതെ വളരെ വേഗത്തിൽ നടക്കുന്നു. ഭർത്താവ് എവിടെ പോകുന്നു എന്നുള്ളത് നോക്കണോ അതോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കണോ എന്നറിയാതെ ആ ഭാര്യ മരത്തിന്റെ ചുവട്ടിൽ ഒരു സെക്കൻഡ് അങ്ങനെ സ്തംഭിച്ചു. കണ്ണെത്താ ദൂരത്ത് ഭർത്താവ് പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ച ഭാര്യ ഉടനെ ഭർത്താവിനോട് ചോദിക്കുന്നു, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? എന്നെയും കുഞ്ഞിനെയും തനിച്ചാക്കി നിങ്ങൾ എവിടെ പോകുന്നു എന്ന്. അവളുടെ ഭർത്താവ് കൺകളിൽ നിന്നും മറഞ്ഞു. തൻ്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വഴിയുമില്ല എന്ന വണ്ണം ഒരു കൽപ്പന പോലെയായിരുന്നു അത്. ഭാര്യയും കുഞ്ഞിനെയും മരത്തിന്റെ ചുവട്ടിൽ നിർത്തണമെന്നായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ കൽപ്പന. ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ തന്റെ ഭാര്യയും കുഞ്ഞിനെയും വിട്ടു പിരിഞ്ഞു. എന്നിട്ട് ഒരു വലിയ മല കയറിയിറങ്ങി പ്രാർത്ഥിക്കുന്നു, ദൈവമേ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. നിങ്ങൾക്കുള്ള വ്യക്തിയായി ഞാൻ അവരെ ഇവിടെ ഉപേക്ഷിച്ചു. അവരെ നീ തന്നെ പരിപാലിക്കുക. ഭർത്താവ് തിരികെ വരാത്തതിനാൽ ഭാര്യയ്ക്ക് മനസ്സിലായി ഒരുപക്ഷെ ഇതായിരിക്കാം കൽപ്പന. പക്ഷെ കുട്ടി കരയുകയാണ്. പാല് തീർന്നു. ഷോൾഡർ ബാഗിൽ വെള്ളമില്ല. വെള്ളത്തിനായി തിരയണം. കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് ആ അമ്മ കുഞ്ഞിനെ ആ നിലത്ത് തന്നെ കിടത്തിയിട്ട് വെള്ളത്തിനായി നടന്നു. അവിടെ 2 കുന്നുകൾ കാണുന്നുണ്ട്. ആ 2 കുന്നിലും കയറിയിറങ്ങണം. അവിടെ എവിടെയെങ്കിലും മനുഷ്യരുണ്ടോ എന്നുള്ളത് തിരക്കണം. ഇതൊരു താഴ്വരയായതിനാൽ ഈ താഴ്വരയ്ക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തണം. അവൾ ഒരു കുന്നിൻ പുറത്തേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് നിലവിളിക്കാൻ തുടങ്ങി, ആരെങ്കിലും ഉണ്ടോ? എനിക്കും കുഞ്ഞിനും വെള്ളം തരാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വളരെ ശബ്ദത്തിൽ ചോദിച്ചു. എന്നാൽ മറുപടി ഒന്നും തന്നെ കിട്ടിയില്ല. വീണ്ടും അവൾ മണലിലൂടെ നടന്ന് അടുത്ത കുന്നിലേക്ക് പോകുന്നു. അവൾ വീണ്ടും അതുപോലെ തന്നെ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? എനിക്കും കുഞ്ഞിനും അല്പം ദാഹജലം നൽകാനായി ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. തിരിച്ചവൾക്ക് മറുപടി ഒന്നും കിട്ടിയില്ല. ഇതുപോലെ 7 തവണ ആവർത്തിച്ച് ആ അമ്മ മലമുകളിൽ നടക്കുന്നു. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ഈ ശബ്ദം കേട്ട അല്പസമയത്തിനുള്ളിൽ തന്നെ കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നു. അവൾ വെള്ളം തേടിയാണ് പോയത്. എന്നാൽ വന്നു നോക്കുന്ന സമയത്ത് കുഞ്ഞിന് സമീപം ഒരു ജലധാര ഒഴുകുന്നതായിരുന്നു കണ്ടത്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമുക്കിപ്പോൾ ജലം ലഭിച്ചു. ഇപ്പോൾ വെള്ളവുമുണ്ട്, ഈന്തപ്പഴവുമുണ്ട്. ജീവിതത്തിൽ അടുത്തിനി എന്താണ്? പതിയെ പതിയെ അവിടെ ആളുകൾ കൂട്ടം കൂടാൻ തുടങ്ങി. ഞങ്ങൾക്കിവിടെ താമസിക്കാമോ, ഞങ്ങൾക്കിവിടെ നിൽക്കാമോ എന്നുള്ള ചോദ്യം. പിന്നീട് അത് മനുഷ്യർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറുന്നു. ആ കുന്ന് മനുഷ്യരാൽ നിറഞ്ഞിരിക്കുന്നു. ആ കുന്ന് ഒരു നഗരമായി മാറുന്നു. ആ കുന്നിൻ്റെ പേര് മക്ക. ആ മക്കയിലുണ്ടായിരുന്ന സ്ത്രീയുടെ പേര് ഹാജർ. അവൾ മറ്റാരുമല്ല, ഇബ്രാഹിമിന്റെ, ക്രിസ്ത്യൻസിൽ അബ്രഹാമിന്റെ ഭാര്യ. ഹാജറിന്റെ കയ്യിലുള്ള കുഞ്ഞിന്റെ പേര് ഇസ്മായിൽ എന്നാണ്. മക്ക വന്നു, ഹാജർ വന്നു, ഇസ്മായിൽ വന്നു, ഇബ്രാഹിം വന്നു. അങ്ങനെയാണെങ്കിൽ ഇത് അത്ഭുതങ്ങൾ നിറഞ്ഞ അറബ് ലോകത്തിന്റെ 1ാം ഭാഗം. ഇസ്മായിലിന്റെ അമ്മ ഹാജർ 2 മലമുകളിലും മാറി മാറി കയറി സഹായം അഭ്യർത്ഥിക്കുന്നു. ഒരു കുന്നിന്റെ പേര് സഫ എന്നും മറ്റൊരു കുന്ന് മർവ എന്നും. സഫ മർവ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഹജ്ജ് യാത്രയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഈ വിശുദ്ധ ഹജ്ജ് യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ സഫ മർവ കുന്നുകൾ. 7 തവണ ഇവയെ ചുറ്റിവരിക എന്നത് അവിടെ പോകുന്ന എല്ലാ ഇസ്ലാം മതക്കാരും ചെയ്യുന്ന ഒന്നാണ്. ശരി, അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ജലധാര വന്നു എന്ന് പറഞ്ഞല്ലോ.
ആ ജലധാരയാണ് സംസം. ഈ അത്ഭുത ജലധാരയായ സംസം എന്നതിൻ്റെ അർത്ഥം അടങ്ങൂ അടങ്ങൂ എന്നാണ്. സംസം ജലധാര, സഫ, മർവ. അങ്ങനെയാണെങ്കിൽ കാബയുടെ കാര്യമോ? കാബയാണ് കൂടുതൽ പ്രധാനം. ഇബ്രാഹിം ഇസ്മായിലിനെയും ഹാജറിനെയും അവിടെ ഉപേക്ഷിച്ചു പോകുമ്പോൾ കാബ അവിടെ ഇല്ലായിരുന്നു. കാബ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. നിങ്ങൾ ഗൂഗിളിൽ മക്ക വിശുദ്ധ ഹജ്ജ് യാത്ര എന്നൊക്കെ ടൈപ്പ് ചെയ്താൽ കറുത്ത തുണി കൊണ്ട് പൊതിഞ്ഞ ഒരു കെട്ടിടം കാണാൻ സാധിക്കും. എന്നാൽ അതൊരു സാധാരണ കെട്ടിടമല്ല. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിച്ച ക്ഷേത്രമായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട ക്ഷേത്രമായിരുന്നു അത്. ഇതുപോലെ സമാനമായ ഒരു ക്ഷേത്രം സ്വർഗത്തിലുമുണ്ട്. 70,000-ലധികം മാലാഖമാർ അവിടേക്ക് വന്നു പോകുന്നതായും പറയപ്പെടുന്നുണ്ട്. ഇസ്മായിലും ഹാജറും ഈ കാബ കണ്ടിട്ടില്ല. എന്നാൽ ഇബ്രാഹിം ഹാജറിനെയും ഇസ്മായിലിനെയും ആ ഒരു മരച്ചുവട്ടിൽ ഉപേക്ഷിച്ചതിനു ശേഷം ഒരു മല കയറി ഇറങ്ങി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സ്ഥലമാണോ കാബയായി രൂപപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഇല്ല. കാബയുടെ ചരിത്രം ആദാമിന്റെയും ഹവയുടെയും കാലത്തിൽ നിന്ന് വളരെ പുറകോട്ട് പോകുന്നു. ആദവും ഹവയും ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടു. അവർ രണ്ടുപേരെയും പല സ്ഥലങ്ങളിലേക്ക് അയച്ചു. ഒരു ഘട്ടത്തിൽ ഇരുവരും ഒരു സ്ഥലത്ത് കണ്ടുമുട്ടുന്നു. ആ സ്ഥലം മക്ക നഗരമായി കണക്കാക്കപ്പെടുന്നു. ദൈവാനുഗ്രഹത്താൽ ആദം ഈ ഭൂമിയിൽ വന്നതായി പറയുന്നു. ഇത് ക്രിസ്ത്യൻ ഇസ്ലാമിക മതവിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആദാമിന് ദൈവത്തെ ആരാധിക്കണം. ആദാമിന് ദൈവത്തിൽ നിന്ന് നേരിട്ട് അനുഗ്രഹം ലഭിച്ചതുകൊണ്ട് തന്നെ ദൈവം അവിടെ എങ്ങനെയുള്ള ഒരു ക്ഷേത്രമാണോ പണിതിരിക്കുന്നത് അതുപോലൊരു ക്ഷേത്രം പണിയാൻ അവരും ആഗ്രഹിച്ചു. അതിനായി അവൻ കഠിനമായി ശ്രമിച്ച് ഒരു കെട്ടിടം ഉയർത്തി. അതിനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന കാബ എന്ന് വിളിക്കുന്നത്. ആദവും ഹവയും ഈ കാബയിൽ ഏകദേശം 40 വർഷത്തോളം താമസിച്ചു. 40 വർഷത്തിന് ശേഷം അവർ ഇസ്രായേൽ പാലസ്തീനിലേക്ക് പോകുന്നുവെന്ന് അവരുടെ മതവിശ്വാസങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട്. ശരി, ഈ കെട്ടിടം പണിയുമ്പോൾ അവർക്കൊരു കല്ല് ആവശ്യമായി വന്നതായും ഈ കല്ല് ഉൽക്കയായി ഭൂമിയിലേക്ക് പതിച്ചതായും അത് അയച്ചത് മാലാഖ എന്നും പറയപ്പെടുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരണം. ഈ മാലാഖ തന്നെയാണോ നബി അല്ലെങ്കിൽ പ്രവാചകന് അനുഗ്രഹം നൽകിയത് എന്ന്? കാരണം ഈ കാബയിൽ ഒരു കല്ലിടണം, ആ കല്ല് വ്യത്യസ്തമായിരിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ആകാശത്തിൽ നിന്ന് ഒരു കല്ല് ഭൂമിയിലേക്ക് വരുന്നു. ഗബ്രിയേൽ എന്ന പേരുള്ള ഒരു ദൂതൻ ആ കല്ല് ഇവിടെ കൊണ്ട് ഇട്ടതായും ആ കല്ലെടുത്ത് ആദം കാബയിൽ സ്ഥാപിച്ചതായും പറയുന്നു. കാലം പോകുന്തോറും ഭൂമിയിൽ നടന്ന പലതരം കുറ്റകൃത്യങ്ങൾ കാരണം ആ കല്ല് കറുത്ത നിറമായി മാറിയതായും ചരിത്രം പറയുന്നു. ശരി, ആദം ഹവയും ആ ഒരു ക്ഷേത്രം സൃഷ്ടിച്ചു. അതിനുശേഷം 40 വർഷത്തോളം അവിടെ തന്നെ താമസിച്ചു. ഈ 40 വർഷത്തിന് ശേഷം അവർ പാലസ്തീനിലേക്ക് പോയി മറ്റൊരു ക്ഷേത്രം നിർമ്മിച്ചു. ആ ക്ഷേത്രത്തിന്റെ പേര് അൽ മസ്ജിദ് അൽ അഖ്സ. അങ്ങനെയാണെങ്കിൽ ഈ കാബയുടെ യഥാർത്ഥ പേര് അൽ മസ്ജിദ് അൽ ഹറാം എന്നാണ്. ഈ മക്കയ്ക്ക് തന്നെ നിരവധി പേരുകളുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ മെക്ക എന്ന് വിളിക്കുന്നു, ചിലരിതിനെ ബക്ക എന്ന് വിളിക്കുന്നു. ഇതിനെ അൽ ബൈത്തുൽ ഹറം, വിശുദ്ധ ഭവനം എന്നും അറിയപ്പെടുന്നു. കൂടാതെ അൽ ബലദുൽ അമീൻ, തോറ്റ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. ഉമ്മുൽ ഖുറയെ, നഗരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. ഉമ്മു റഹീം, കരുണയുടെ മാതാവ്. അൽ മമ്മൂം, സംരക്ഷിക്കപ്പെട്ടത്. അൽ കാത്തീസ്, പാപങ്ങളിൽ നിന്ന് മുക്തി നേടാം. അൽ ഫൈത്തുൽ, വാതിൽ, കാര്യത്ത്. ഇതുപോലെ ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇതൊരു പുണ്യസ്ഥലം, പുണ്യ നഗരമാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ പുണ്യ നഗരത്തിന് ഒരു അതിർത്തി ഉണ്ടായിരിക്കണം. ഈ പുണ്യ നഗരത്തിന് തികഞ്ഞ അതിർത്തി ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന 945 അടയാളങ്ങളുണ്ട്. ശരി, ഹാജറും ഇസ്മായിലും ഇബ്രാഹിം വഴി ഇവിടെ എത്തിയെന്ന് നമ്മൾ കണ്ടു. ഈ ഇബ്രാഹിമിന് അറബി ഭാഷ അറിയാമോ എന്ന് ചോദിച്ചാൽ ഇല്ല, അവർക്ക് ഹീബ്രു മാത്രമേ അറിയാവൂ. അപ്പോൾ എങ്ങനെയാണ് അവർ ഈ ഹീബ്രുവിൽ നിന്ന് അറബി ഭാഷ പഠിച്ചത്? ഈ ഒരു സ്ഥലമാണ് മക്ക എന്ന നഗരം ഉണ്ടാകാനുള്ള അടിത്തറ എന്ന് പറയാം. ഹാജർ നിലവിളിച്ച് കരഞ്ഞ് വെള്ളത്തിനായി പ്രാർത്ഥിച്ചു ദൈവത്തോട്. അതോടെ സംസം വെള്ളം അവിടെ വരുന്നു. ആ സമയത്ത് ഇവർ ഇരുവരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഘട്ടത്തിൽ അതുവഴി പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം യമൻ രാജ്യക്കാരാണ്. അവർ ജുർഖോൻ വംശത്തിൽപ്പെട്ടവരാണ്. ഇവർ ഈ സ്ഥലം വഴി പോകുമ്പോൾ ഇതെന്താണ് ഒരു ജലധാര, ഇതിനു മുൻപ് ഇങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ്. ഈ ഒരു വാർത്ത പതിയെ പതിയെ അവരുടെ നാട്ടിലേക്ക് പടർന്നു. അങ്ങനെ അവിടെയുള്ള 2-3 പേർ ഹാജറിന്റെ അടുത്ത് വന്ന് ഞങ്ങൾക്കും ഇവിടെ താമസിക്കാമോ എന്ന് ചോദിച്ചു. ഹാജറും അവിടെ താമസിക്കാൻ അവർക്ക് അനുവാദം നൽകി. എന്നാൽ അനുവാദം നൽകുമ്പോൾ അവൾ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഈ വെള്ളത്തിനായി ആരും അവകാശപ്പെടരുത് എന്നാണ്.
വറ്റാത്ത ജലധാരയായി സംസം വരുന്നത് കൊണ്ട് തന്നെ ആരെങ്കിലും അതിനെ കീഴ്പ്പെടുത്തുമോ എന്ന് അവൾ ഭയന്നിരുന്നു. ദൈവം കാരണമാണ് ഈ ജലം ഇവിടെ രൂപപ്പെട്ടതെന്ന് ഹാജറിന് അറിയാവുന്നതുപോലെ തന്നെ ഈ സംസം വെള്ളം എല്ലാവർക്കും ഒരുപോലെ സാധാരണമാണെന്ന് അവൾ എല്ലാവരോടും പറഞ്ഞു. ക്രമേണ അത് എല്ലാവരും താമസിക്കുന്ന ഒരു നഗരമായി മാറുന്നു. എന്നാൽ ഈ കാബ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു. കാരണം ദൈവദൂതനായി വന്ന ഇബ്രാഹിമാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയേണ്ടത്. ഇബ്രാഹിമിന്റെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ ക്രിസ്ത്യൻസ്, ഇസ്ലാം, ജൂതന്മാർ, ബഹായ് ഈ 4 മതത്തിനും പൊതുവായ ഒരു വ്യക്തിയാണ് അബ്രഹാം എന്ന വ്യക്തി. ഇബ്രാഹിമിന് 3 ഭാര്യമാരുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 2 ഭാര്യമാരെ കുറിച്ച് മാത്രമേ നമുക്കറിയുള്ളൂ. ആ ഭാര്യയിൽ ഒരാളുടെ പേര് സാറ, മറ്റേയാൾ ഹാജർ. ഹാജറിന്റെയും ഇബ്രാഹിമിന്റെയും മകനായി ഇസ്മായിൽ ജനിച്ചു. അതുപോലെ സാറയുടെയും ഇബ്രാഹിമിന്റെയും മകനായി ഐസക് ജനിച്ചു. ഐസക്കിന് 2 ആൺമക്കളുണ്ട്. അവർ ഏസാവും യാക്കോബുമാണ്. ഇതായിരുന്നു ഇവരുടെ ഒരു കുടുംബഘടന. ഈ ഭാര്യമാരോടൊപ്പം തന്നെ കെത്തുഡോൾ എന്നൊരു മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നതായും അവൾക്ക് ജനിച്ച കുഞ്ഞുങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബഹായ് എന്ന മതം വന്നതായും പറയുന്നു. ഇബ്രാഹിമിന്റെ ഭാര്യ ഹാജർ, അവരുടെ മകൻ ഇസ്മായിൽ, ഇവരുടെ കൂടെ തന്നെ യമൻ രാജ്യത്തിലെ ചില വംശീയ ഗ്രൂപ്പുകൾ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നു. ഈ യമൻ രാജ്യത്തിലെ ജനങ്ങളെല്ലാം അറബി ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. ഇവരിലൂടെ ഇസ്മായിലിന് അറബി ഭാഷ പഠിപ്പിച്ചു. ഇസ്മായിൽ വളർന്നതിന് ശേഷം അവരോടൊപ്പം ഒരു സംഘം വന്ന് താമസിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ സംഘത്തിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. കാലങ്ങൾ കടന്നു പോകുന്നു. മാതാവായ ഹാജർ മരിച്ച ശേഷം അബ്രഹാം വീണ്ടും ഇവരെ തേടി വരുന്നു. അങ്ങനെ 2 തവണ തേടി വന്നു. 3ാമത്തെ തവണ തേടി വന്നപ്പോഴാണ് ഇബ്രാഹിം ഇസ്മായിലിനോട് ഒരു കാര്യം പറയുന്നത്. ഈ സ്ഥലത്ത് നമുക്കൊരു കാബ സൃഷ്ടിക്കണം. ഈ സ്ഥലത്ത് നേരത്തെ തന്നെ ഒരു കാബ ഉണ്ടായിരുന്നതാണ്. എന്നാൽ അത് നിരവധി പ്രകൃതിക്ഷോഭങ്ങൾ കാരണം ഈ സ്ഥലത്ത് നിന്നും അത് നശിച്ചുപോയി. അതിനാൽ നമുക്ക് അവയെ കുറച്ചുകൂടെ ഉയരത്തിൽ പണിയണം. എൻ്റെ മകനെ, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു. അതിന് മകനായ ഇസ്മായേലും സമ്മതം അറിയിക്കുന്നു. ഇബ്രാഹിമിന്റെ അഭ്യർത്ഥന പ്രകാരം 2 പേരും ചേർന്ന് ആദ്യത്തെ കാബ ക്ഷേത്രം പുനർനിർമ്മിച്ചു. ഈ കാബ ക്ഷേത്രം ആദ്യം നിർമ്മിച്ചത് ആദമാണെങ്കിൽ 2ാമത്തെ തവണ പുനർനിർമ്മിച്ചത് ഇബ്രാഹിമാണ്. ഇസ്മായിൽ കല്ലുകൾ കൊണ്ടുവരികയും ഇബ്രാഹിം അത് പണിയുകയും ചെയ്തു. അവരത് എത്രത്തോളം ഉയരത്തിൽ പണിതു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും. കാലം അങ്ങനെ കടന്നു പോവുകയാണ്. ഈ വന്നു ചേർന്ന വംശീയ ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകളായി മാറുന്നു. അവരിൽ പലരും ഈ കാബയെ ചുറ്റി വരികയും അവരുടെ ജോലിയും ബിസിനസ്സുകളും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭൂഖണ്ഡങ്ങളിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ വഴിയിലൂടെ വരുന്നു. തുടർന്ന് ആ സ്ഥലത്ത് മത്സരവും അസൂയയും വിഗ്രഹാരാധനയും വീണ്ടും വളർന്നു വന്നു. ഈ വിഗ്രഹാരാധനയ്ക്ക് പരമമായ ഉത്തരവാദി ഒരു വ്യക്തിയായിരുന്നു. കാരണം ആ നഗരത്തിലെ എല്ലാ ആളുകളും കാബ ക്ഷേത്രത്തിൽ ആരാധന നടത്തുമ്പോൾ ഈ നാട്ടിൽ നിന്ന് മറ്റെവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഒരാൾ പണം സമ്പാദിക്കാനായി പട്ടണത്തിന് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ വിഗ്രഹാരാധനയും വലിയ വാസ്തുവിദ്യകളും കാണുന്നു. ആ വ്യക്തിയുടെ പേര് അമ്രു ബിൻ ലുഹൈ അൽ ഖുസായ് എന്നാണ്. ഈ അൽ ഖുസായ് ആ പ്രതിമകളെ കണ്ട സമയത്ത് എൻ്റെ നാട്ടിലത്തേക്കും ഒരു വിഗ്രഹം വേണമെന്നാവശ്യപ്പെട്ടിട്ട് തൻ്റെ പട്ടണത്തിലേക്ക് ഒരു വിഗ്രഹം വാങ്ങിക്കൊണ്ടുവരുന്നു, വിശുദ്ധമായ മക്ക എന്ന സ്ഥലത്തേക്ക്. അവിടെ വന്ന് ആ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് ഇതാണ് നിങ്ങളുടെ ദൈവമെന്ന് അൽ ഖുസായ് പ്രസ്താവിച്ചു. അവിടെയുള്ള ആളുകൾ പ്രതിമയെ ആരാധിക്കാൻ തുടങ്ങി. ഒരു പ്രതിമ 2ആയി മാറി, 2 പ്രതിമകൾ 10ആയി മാറി, 10 100ആയി മാറി. ഒരു ഘട്ടത്തിൽ ഈ വിശുദ്ധമായ മക്കയിൽ 350-ൽ കൂടുതൽ പ്രതിമകളും വിഗ്രഹാരാധനയും ഉണ്ടായിരുന്നു. എന്നാൽ ഏക ദൈവമെന്ന് പറഞ്ഞ ഇസ്ലാം മതത്തിന് എന്താണ് സംഭവിച്ചത്? അടുത്തതായി പുണ്യസ്ഥലമായ മക്കയിൽ ഇസ്ലാം മതം എങ്ങനെയാണ് മുളച്ച് പൊങ്ങിയത്? ഇതുവരെയും നമ്മൾ മക്ക എന്ന സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മദീന എന്ന സ്ഥലമുണ്ടല്ലോ, അതെന്താണ്? മദീനയിലും സമാനമായ ഒരു ക്ഷേത്രമുണ്ടെന്ന് പറയപ്പെടുന്നു. ആ ക്ഷേത്രം എന്തുകൊണ്ടായിരിക്കാം പണിതത്? ഈ കാബ എന്ന ക്ഷേത്രം പല മനുഷ്യരാൽ നശിപ്പിക്കപ്പെടുകയും വീണ്ടും പുനർനിർമ്മിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അതിന് പുറകിലെ സത്യം എന്താണ്? ഈ കാബയെ ചുറ്റി എപ്പോഴും ഒരു കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ കറുത്ത തുണിക്ക് പുറകിലുള്ള ചരിത്രം എന്താണ്? കാബ, സംസം, മറ്റ് നിരവധി നിഗൂഢതകളും നിരവധി സത്യങ്ങളും വെളിപ്പെടുത്താൻ സമയമായി. ഇത് മതപരമായോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതായോ നിങ്ങൾ കണക്കാക്കരുത്. ഇതിനെ ഒരു ചരിത്രമായി കണ്ടാൽ മാത്രം മതി. വിശുദ്ധ ഹജ്ജ് യാത്രയുടെ ചരിത്രമായി നിങ്ങൾ ഇതിനെ കണക്കാക്കണം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യാം. മാത്രമല്ല, ഉച്ചാരണത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും. അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.